ജാഥയ്ക്ക് വലിയ സ്വീകാര്യത മണ്ഡലങ്ങളിൽ ലഭിക്കുകയാണ്. എങ്ങനെ പോകുന്നു? വളരെ സന്തോഷമുണ്ട്. ആളുകൾ വളരെ കാര്യമായി ഏറ്റെടുത്തിട്ടുണ്ട് ജാഥ. നമ്മുടെ ഈ ജാഥയുടെ നമ്മളുടെ പ്രമേയം എന്ന് പറയുന്നത് ദുർഭരണത്തിനും വിദ്വേഷ രാഷ്ട്രീയത്തിനുമെതിരെ സപ്തദിന ജനമുന്നേറ്റ യാത്ര എന്നാണ്. നമ്മളെ ഇന്ന് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റും കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റും ജനവിരുദ്ധമായ നടപടികളും ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നടപടികളായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിനെതിരെയുള്ള ഒരു സമരമാണ് നമ്മൾ ഇതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പ്രചരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നാടിൻ്റെ വികസനത്തിനും പുരോഗതിക്കും നാട്ടുകാരുടെ ക്ഷേമത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും നാടൊരുമിക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു എസൻസ് നമ്മൾ ഇത് പറയുന്നത്. പരസ്പരം സൗഹാർദ്ദത്തോടും സന്തോഷത്തോടും കൂടി ജനങ്ങളെ ഒരുമിപ്പിക്കുകയും അതുപോലെ തന്നെ നമ്മളെ വിഭാഗീയതയും വൈരവും വിദ്വേഷവും ഒക്കെ വെടിഞ്ഞുകൊണ്ടുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും പാർസിയും ജൈനനും ഒക്കെ തന്നെ ഒരു അമ്മ പെറ്റ മക്കളാണെന്നും അവരെ പരസ്പരം കലഹിച്ച് വിദ്വേഷം ഉണ്ടാക്കി വർഗീയത സൃഷ്ടിച്ച് മുതലെടുക്കാൻ ശ്രമിക്കുന്നവരെ നമ്മൾ കരുതിയിരിക്കണം എന്നുള്ള ഒരു പൊതുജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു താക്കീതാണ് നമ്മുടെ ഈ സമരം എന്ന് പറയുന്നത്. എല്ലാവരും ഒരുമിച്ച് എന്നാൽ അതിനൊരു ഗുണം അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. പരസ്പരം കലഹിച്ചാൽ അത് ഓരോരുത്തർക്കും അവരുടേതായ നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അതിലേക്ക് പോകരുത് എന്നതാണ് നമ്മളിതിൻ്റെ ഇതിൻ്റെ ഒരു ലീഗിൻ്റെ മൊത്തത്തിലുള്ള ഒരു ആശയം തന്നെ ഇതാണ്. പരസ്പരം സഹായിക്കുക, സഹകരിക്കുക, ബുദ്ധിമുട്ടുള്ളവന് മതമോ ജാതിയോ ഒന്നും നോക്കാതെ തന്നെ അവനെ സഹായിക്കുക, അവനെ പ്രയാസത്തിനോടൊപ്പം നിൽക്കുക എന്നതാണ് അതിനോട് ബന്ധപ്പെട്ട സംഗതികളാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. മണ്ഡലത്തെ സംബന്ധിച്ച് ലീഗിൻ്റെ ഒരു കോട്ട എന്ന് നമ്മൾ സൂചിപ്പിക്കുന്ന മണ്ഡലമാണ്. പക്ഷെ അവിടെ പലതരത്തിലുള്ളൊരു വിഭാഗീയത ഉണ്ടാകുന്നുണ്ടെന്ന് കേൾക്കുന്നു. ഒരിക്കലും അത് വെറുതെ സൃഷ്ടിച്ചെടുക്കുന്നതാണ് ചില തൽപര കക്ഷികൾ. ഇവിടെ പാർട്ടിക്കകത്ത് യാതൊരു ഭിന്നതയില്ല. പാർട്ടി ഒറ്റക്കെട്ടാണ്. അത് ഞങ്ങളുടെ ജാഥയൊക്കെ സന്ദർശിച്ചാലും അവിടെ അതിലുള്ള പങ്കാളിത്തം കണ്ടാലും ഒക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെടും. പാർട്ടിയുടെ അകത്ത് തിരഞ്ഞെടുപ്പാകുന്ന സമയത്ത് ഇതുപോലെ ചില താല്പര്യ കക്ഷികൾ സൃഷ്ടിച്ചെടുക്കുന്ന സംഗതികളാണ്. ഒരു തരത്തിലുള്ള വിഭാഗീയത. ലീഗ് ഒറ്റക്കെട്ടാണ്. ലീഗ് പൂർണ്ണമായും ഒറ്റക്കെട്ടാണ്. ഒരു തരത്തിലുള്ള വിഭാഗീയത ആരുമായി ഒന്നും ഒരു പ്രശ്നവുമില്ലാത്ത ഒരു മണ്ഡലമാണ്. അത് നല്ല രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം സൃഷ്ടിക്കാൻ കഴിയുന്ന മണ്ഡലം. അതിലൊരു സംശയമില്ല. ഇപ്പോൾ മണ്ഡലം പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലാണല്ലോ ജാഥ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അതൊരു MLA അത് ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നു. ഈ MLA സത്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നമ്മളൊക്കെ വളരെ നേരത്തെ ബന്ധമുള്ള നമ്മളോടൊക്കെ വളരെ സഹകരിച്ച് എല്ലാ നിർദ്ദേശങ്ങളും ചെയ്ത് തരുന്ന ആളാണ്. ഞങ്ങൾ ഫസ്റ്റ് ഡേയിൽ കൊടി കൈമാറിയ അദ്ദേഹമാണ്. ഞങ്ങളുടെ ജാഥയോടൊപ്പം അദ്ദേഹം വന്നിട്ടുണ്ട്. ഇന്നലെ ഞങ്ങൾ അദ്ദേഹവുമായി സംസാരിച്ചു. അദ്ദേഹത്തിന് ജില്ലാ സെക്രട്ടറി നിലക്കുള്ള MLA നിലക്കുള്ള തിരക്കിൻ്റെ കാരണമാണ്. അദ്ദേഹം ജാഥയിൽ ഞങ്ങളോടൊപ്പം വരും. പിന്നെ ജാഥയുടെ സമാപനത്തിൽ തീർച്ചയായും ഉണ്ടാകും. അത് അത്തരത്തിലുള്ള അതൊക്കെ വെറുതെ സൃഷ്ടിച്ചെടുക്കുന്നത്. യാതൊരു തരത്തിലുള്ള അത്തരത്തിലുള്ള ഒന്നുമില്ല. പിന്നെ അത് മാത്രമല്ല MLA എന്നുള്ളൊക്കെ അദ്ദേഹം പഠിച്ചത് വികസനവും കാര്യങ്ങളൊക്കെയാണ് വളരെ എടുത്തു പറയേണ്ട സംഗതിയാണ്. ജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ അത്തരത്തിലുള്ള ഒരു സംഗതിയും ഇല്ല. ഞങ്ങൾക്ക് വളരെ ഐക്യപ്പെട്ട് നിൽക്കുന്ന സംഗതികളാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ജില്ലാ സെക്രട്ടറി കൂടിയല്ലേ. അത് വെറുതെ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ യാതൊരു സംഗതിയുമില്ല. കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു ഓഡിയോ സന്ദേശമുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. മണ്ഡലത്തിലെ ലീഗിൻ്റെ ചുമതലപ്പെട്ട ഒരു പഞ്ചായത്ത് അംഗം പറയുന്നൊരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെങ്ങനെ നോക്കി കാണുന്നു? അതൊക്കെ ഓരോരോ വ്യക്തിപരമായ ഒരു സംഗതികൾ. ഒന്നാമത് നമ്മൾ ഇപ്പോഴത്തെ ഈ വാട്സപ്പ് മെസ്സേജുകൾ ഞാൻ അത്ര എന്താ പറയുക ഇടപെടാറില്ല, കേൾക്കാറില്ല. ഞാൻ പ്രതികരിക്കാറുമില്ല. പിന്നെ ഓരോരുത്തർക്ക് വ്യക്തിപരമായുള്ള അഭിപ്രായങ്ങൾ. അത് പാർട്ടി അതിനെക്കുറിച്ച് ഒരു കമൻസും അല്ലാതെ അവരുടെ ചില അഭിപ്രായങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വേറെ നിലക്കുള്ള സംഗതികളോ ഒന്നുമില്ല. ഇത് ആ നിലത്തിലുള്ള വേറെ ഒരു വിഭാഗീയ ഒന്നും അതിൻ്റെ ഭാഗമായിട്ടില്ല. വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. അത് ഓരോരുത്തരുടെ സ്വന്തമായ അഭിപ്രായങ്ങൾ അവരുടെ വേദികളിലൊക്കെ ഓരോരുത്തർ സ്വന്തമായി പറയുമല്ലോ. അത് ആ വേദികളിൽ പറയുന്ന ഒരു അഭിപ്രായം എന്നല്ലാതെ അതിന് മറ്റുള്ള അത് അത്രേ ഉള്ളൂ. ഹമീദ് മാഷ് മാറണം എന്നുള്ളൊരു ചിന്ത ഇവർക്കൊക്കെ എങ്ങനെയാണ്? അതും ഓരോരുത്തരുടെ വ്യക്തിപരമാണ്. അതൊരു പാർട്ടിയുടെ വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്ക് ഉണ്ടാവും. പലർക്കും നമുക്ക് അത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. വ്യക്തിപരമായിട്ട് അങ്ങനെ എതിർപ്പോ അങ്ങനെ സംഗതികളൊന്നുമില്ല. അതല്ലാതെ വേറെ ഇതൊക്കെ സൃഷ്ടിച്ചെടുക്കുന്ന സംഗതികളാണ്. പാർട്ടിയെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മണ്ഡലം കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള യാതൊരു സംഗതിയും ഇല്ല. ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. മറ്റൊന്ന് പലരും ചോദിക്കുന്നത് ലീഗിൻ്റെ ജില്ലാ ചുമതലയിലുള്ള ഒരാൾക്ക് നേരെ ഇങ്ങനെ പറയാൻ എങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിക്കുന്നുണ്ട്.
അല്ല അത് പിന്നെ സംഗതി എന്തെന്ന് വെച്ചാൽ അതിൽ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർ ഞാൻ പറഞ്ഞില്ല അത് ഓരോരുത്തരുടെ പിന്നെ അഭിപ്രായങ്ങളാണ് ഓരോരുത്തരുടെ അതിൽ എന്തൊക്കെ പറഞ്ഞതിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വ്യക്തിപരമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ സംഘടനാപരമായിട്ട് ഒരു അഭിപ്രായമേ അല്ല, വ്യക്തിപരം അവരുടെ സ്വതന്ത്രമായ അഭിപ്രായങ്ങളാണ് അത്. അതുകൊണ്ടത് അദ്ദേഹത്തെ അത്തരത്തിലുള്ള വ്യക്തിപരമായി അധിക്ഷേപിച്ച് അങ്ങനെ ഇതാക്കണം എന്നൊന്നും ഈ പറഞ്ഞ ആൾക്ക് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ചില സംസാരങ്ങളുണ്ടാകുന്ന ഒരു സംഗതി എന്നല്ലാതെ അങ്ങനല്ലോ അങ്ങനെ ചിലപ്പോൾ ചില പിന്നെ നാക്ക് പിഴ അങ്ങനെ സംഭവിച്ചു പോകുക എന്നല്ലാതെ കൽപ്പിച്ച് കൂട്ടി അങ്ങനത്തെ ഇതൊന്നും ചെയ്യുന്ന ഒരു ഉണ്ടാവാൻ സാധ്യത. മണ്ഡലത്തിൽ പൊതുവേ ഹമീദ് മാഷ് മാറണമെന്നുള്ളൊരു താല്പര്യമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അതിപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അജണ്ടയിൽ പെട്ടതേ അല്ല. അത് സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ അജണ്ടയിൽപ്പെട്ടാണ്. ഞങ്ങളെ സംബന്ധിച്ചുള്ള ആ തീരുമാനം എന്ത് തീരുമാനമായാലും മുസ്ലിം ലീഗ് എന്നുള്ളതൊക്കെ ഞങ്ങൾ പാർട്ടികളിലേക്ക് ഞങ്ങൾ അംഗീകരിക്കും. അതല്ലാതെ അത് നമ്മുടെ ഇതിൽ വരുന്നതേ അല്ല. നമ്മളോട് അതും പൂർണ്ണമായും നമ്മുടെ പിന്നെ സംസ്ഥാന കമ്മിറ്റി അതായത് പാർലമെൻ്ററി ബോർഡുണ്ട്, അവരെടുക്കുന്ന തീരുമാനം തന്നെയാണ് പൂർണ്ണമായിട്ട്. അതിൽ മറ്റൊന്ന് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ താനൂർ ഉൾപ്പെടെ പ്രാദേശികമായിട്ടുള്ള ഒരാൾ, അതായത് മണ്ഡലത്തെ അറിയുന്ന പുറത്തു നിന്നൊരു സ്ഥാനാർത്ഥി വരുന്നതിന് പകരം മണ്ഡലത്തിനുള്ളിൽ നിന്നുള്ള സ്ഥാനാർത്ഥി വേണമെന്നുള്ളൊരു ആവശ്യമുണ്ടോ വള്ളിക്കുതിരെ സംബന്ധിച്ച്? എന്താ കാര്യം എന്ന് വെച്ചാൽ അപ്പോൾ ഒരു പാർട്ടി നമുക്കറിയാം, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കുള്ള സീറ്റിൻ്റെ എണ്ണമൊക്കെ നമുക്കറിയാലോ. അപ്പോൾ ഞങ്ങളുടെ ചില ലീഡേഴ്സിനൊക്കെ അക്കോമഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ പ്രാദേശികമായ ആളുകളൊന്നും ചിലപ്പോൾ പാർട്ടിക്ക് നിർത്താൻ കഴിയില്ല. കാരണം അത് നമ്മളൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം പാർട്ടിക്ക് ഞങ്ങൾക്ക് സീറ്റിൻ്റെ എണ്ണം കുറവ് അറിയാലോ. ഞങ്ങൾക്ക് ലീഗിന് 25-27 സീറ്റാണ് മത്സരിക്കാൻ കിട്ടുന്ന സീറ്റുകൾ എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ലീഡേഴ്സ് കുറച്ച് ആൾക്കാർ എന്തായാലും ഇല്ലേ, അവരെ ഞങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ ചില സീറ്റുകൾ അവിടെ എല്ലാവരും പ്രാദേശിക പഞ്ചായത്ത് ഇലക്ഷൻ്റെ കാര്യം പറഞ്ഞാൽ പാർട്ടിക്ക് അത് പ്രതിസന്ധി ഉണ്ടാവില്ലേ. അത് അങ്ങനെ ചിന്ത ഒന്നും ഞങ്ങൾക്കും ഇല്ല, ആർക്കും ഉണ്ടായിട്ട് കാര്യമില്ല. അത് പാർട്ടി തീരുമാനിക്കേണ്ട സംഗതിയാണ്.